ഹലോ സ്റ്റുഡൻസ്, പ്ലസ് 1 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു എന്താണ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ദ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ദി ബോഡി. ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ഇറ്റ് ഈസ് ദ difference between final and initial position of an body. And also we studied distance is a positive quantity, displacement is either positive or negative or zero. And also we taught the relation distance is always greater than or equal to displacement. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും. ഇതോടൊപ്പം തന്നെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എക്സാമിന് ചോദിക്കാവുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസൊക്കെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് സമയം കളയാതെ പഠിച്ചു തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി. വാട്ട് ഈസ് സ്പീഡ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ബൈ എ ബോഡി, ദാറ്റ് ഈസ് ദ സ്പീഡ്. ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരമാണ് അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗത. ഫോർ എക്സാമ്പിൾ, ഒരു കാറിൻ്റെ സ്പീഡ് 40 km/h ആണെന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു മണിക്കൂറിൽ അത് 40 km സഞ്ചരിക്കുന്നു എന്നാണ്. ഒരു ബോഡിയുടെ സ്പീഡ് 1 m/s ആണെന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു സെക്കൻഡിൽ അത് 1 മീറ്റർ സഞ്ചരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടൈക്കൺ. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്പീഡ്. നമുക്ക് ഈ സ്പീഡിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് നോക്കാം. SI യൂണിറ്റ് നമുക്കറിയാം. ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. ടൈമിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. സോ SI യൂണിറ്റ് ഈസ് വാട്ട്? മീറ്റർ പെർ സെക്കൻഡ്. സിമിലർലി വാട്ട് വിൽ ബി ദ ഡയമെൻഷൻ? നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L ആണ്. ടൈമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ T ആണ്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് LT⁻⁻1 ആയിരിക്കും. സോ ദാറ്റ് അബൌട്ട് ദി സ്പീഡ്. ദെൻ ആൾസോ യു ടു നോ ദാറ്റ് സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. എന്ന് പറഞ്ഞാൽ സ്പീഡിന് ഡയറക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ദെൻ ലെറ്റ് us see what is velocity. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കവേർഡ് ബൈ എ ബോഡി ഇൻ യൂണിറ്റ് ടൈം, ദാറ്റ് ഈസ് വെലോസിറ്റി. പ്രവേഗം, മലയാളത്തിൽ പ്രവേഗം എന്ന് പറയും. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. So that is a difference equation. Speed is distance by time, velocity is displacement by time. Here also what will be the unit? Unit will be meter per second. SI unit is meter per second or meter second raised to -1 because displacement has the SI unit meter, time has the SI unit second, so meter per second. And what will be the dimension? Same as dimension of speed because distance and displacement have the same dimension. So the dimensional formula is LT⁻⁻1. Speed is a scalar quantity. That is, we are not specifying about the direction, but velocity is a vector quantity. എന്തായിരിക്കും കാരണം? നമുക്കറിയാം സ്പീഡിൽ വരുന്നതായിട്ട് ഡിസ്റ്റൻസ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ നാച്ചുറലി വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. Then what is the relation connecting speed and velocity? Another relation, that is speed is greater than or equal to velocity. Either speed may equal to velocity. In a straight line motion, that is if the body is moving along a straight line, then speed and velocity will be equal. In other cases, the speed will be greater than velocity. Okay, അടുത്തതായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? The body covers
ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. തുല്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ അത് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് തുല്യ അളവിലായിരിക്കും. ദ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ദാറ്റ് ഈസ് യൂണിഫോം വെലോസിറ്റി. അല്ലെങ്കിൽ നമുക്ക് ബോഡി സെറ്റ് ബി ഇൻ യൂണിഫോം മോഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എ കാർ ഈസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറിലും അത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 40 km/h. അടുത്ത മണിക്കൂറിലും 40 km അങ്ങനെ പോകുന്നു. വേറെ നമുക്കൊന്ന് പറയാം, പ്രകാശത്തിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ m/s. 3,00,000 km/s അല്ലെങ്കിൽ 3 × 10⁸ m/s ആണ് ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. സിമിലർലി ദ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് 340 m/s. That is again a constant value. So in all these cases the velocity is constant. Okay. Then second type of motion എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ത്വരണം. യൂണിഫോം ആക്സിലറേഷൻ. ഇവിടെ ദ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ഗ്രാജ്വലി. ക്രമമായിട്ട് വെലോസിറ്റി കൂടുന്നതാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വസ്തുവിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് 10 m/s² ആണെന്ന് വിചാരിക്കുക. ആക്സലേഷൻ്റെ യൂണിറ്റ് m/s² ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും അതിൻ്റെ വെലോസിറ്റി 10 m/s വെച്ച് കൂടുന്നു. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 0 സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി 0 ആണെങ്കിൽ അടുത്ത സെക്കൻഡിൽ, ദാറ്റ് ഈസ് t ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒന്നാമത്തെ സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നതായിരിക്കും 10 m/s ആയിരിക്കും. അടുത്ത സെക്കൻഡിൽ, ദാറ്റ് ഈസ് സെക്കൻഡ് v2 ഈസ് ഈക്വൽ ടു 20 m/s ആയിരിക്കും. അതുപോലെ v3 ഈസ് ഈക്വൽ ടു 30 m/s ആയിരിക്കും. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ഗ്രാജ്വലി. ദാറ്റ് ഈസ് യൂണിഫോം ആക്സലറേഷൻ. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് യൂണിഫോം റിട്ടാർഡേഷൻ. ആക്സലറേഷന് നേരെ ഓപ്പോസിറ്റാണ് റിട്ടാർഡേഷൻ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മനസ്സിലാക്കേണ്ടത് സ്പീഡ് കൂട്ടുക. റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് സ്പീഡ് കുറയ്ക്കുക. റിട്ടാർഡേഷൻ്റെ വേറൊരു പേരാണ് ഡിസലറേഷൻ. DECELERATION. ഡിസലറേഷൻ. ഓക്കെ. ഡിസലറേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ദ വെലോസിറ്റി ഈസ് ഡിക്രീസിങ് ഗ്രാജ്വലി. വെലോസിറ്റി ക്രമമായിട്ട് കുറയുന്നതാണ് യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബോഡിയുടെ വെലോസിറ്റി 10 m/s ആണ് വിചാരിക്കുക. ആ വെലോസിറ്റിയിലാണ് ബോഡി സഞ്ചരിച്ചുകൊണ്ട് വിചാരിക്കുക. സപ്പോസ് യു ആർ ബ്രേക്ക് ഡൗൺ. ഒരു വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ സ്പീഡ് കുറയുന്നു. അതിൻ്റെ ആക്സലറേഷൻ -3 m/s² ആണെന്ന് എടുക്കുക. മൈനസ് എടുക്കാനുള്ള കാരണം റിട്ടാർഡേഷൻ ആകുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് സൈൻ ആയിരിക്കും. ആക്സലേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ റിട്ടാർഡേഷൻ്റെ വാല്യൂ മൈനസ് ആയിരിക്കും. സോ -3 m/s² ആണെന്ന് പറഞ്ഞാൽ അതിൽ മനസ്സിലാക്കേണ്ട എന്താണ്? ഓരോ സെക്കൻഡ് കൂടുന്തോറും അതിൻ്റെ വെലോസിറ്റി 3 m/s വെച്ച് കുറയുന്നു. അതായത് അത് നമ്മൾ ബ്രേക്ക് ചവിട്ടാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി 10 m/s ആണ്. അടുത്ത സെക്കൻഡിൽ അതായത് എന്തായി മാറുന്നത്? 7 m/s ആയി മാറും. അതായത് 10ൽ നിന്ന് 3 കുറയുന്നു. ദെൻ തൊട്ടടുത്ത സെക്കൻഡിൽ എന്തായി മാറും? അഗെയിൻ 3 കുറയുന്നു. ദാറ്റ് ഈസ് 4 m/s. പിന്നെ എന്തായി മാറും? 1 m/s. സോ വെലോസിറ്റി ഈസ് ഡിക്രീസിങ് ഗ്രാജ്വലി ഇൻ ദ കേസ് ഓഫ് യൂണിഫോം റിട്ടാർഡേഷൻ ആൻഡ് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ഗ്രാജ്വലി ഇൻ ദ കേസ് ഓഫ് യൂണിഫോം ആക്സലറേഷൻ. ഇനി നാലാമത്തെ ടൈപ്പ് ഓഫ് മോഷനാണ് നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി കൂടുന്നതും കുറയുന്നതും ഗ്രാജ്വലി ആയിട്ടല്ല. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാക്കും. നോൺ യൂണിഫോം മോഷൻ ഒരു എക്സാമ്പിളാണ് ആക്സലറേറ്റഡ് മോഷൻ. ആക്സലറേറ്റഡ് മോഷനാണ് നോൺ യൂണിഫോം മോഷൻ്റെ ഒരു എക്സാമ്പിൾ. നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷൻ. ഓക്കെ. ഇനി നമുക്ക് ഈ മോഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ യൂണിഫോം വെലോസിറ്റി ആണ്. വെലോസിറ്റി യൂണിഫോം ആണെന്ന് പറഞ്ഞാൽ അർത്ഥം ആക്സലറേഷൻ ഇല്ല എന്നുള്ളതാണ്. അടുത്ത ക്ലാസ്സുകളായിട്ട് നമുക്ക് കൂടുതൽ വ്യക്തമാവും. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് പറഞ്ഞാൽ അവിടെ ബോഡിക്ക് ആക്സലറേഷൻ ഇല്ല. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ, അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എസ് എടുത്തു കഴിഞ്ഞാൽ v = s/t.
ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഈ ഒരൊറ്റ ഇക്വേഷനാണ് ഈ ഒരു മോഷനുള്ളൂ. യൂണിഫോം വെലോസിറ്റിയിൽ പോകുമ്പോൾ ഒറ്റ ഇക്വേഷനെ നമുക്ക് ആകുള്ളൂ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് യൂണിഫോം ആക്സലറേഷൻ, യൂണിഫോം റിട്ടാർഡേഷൻ. അതായത് വെലോസിറ്റി കൂടുന്നു, ഗ്രാജുവലിയാണ് കൂടുന്നത് അല്ലെങ്കിൽ ഗ്രാജുവലിയാണ് കുറയുന്നത്, അപ്പോൾ അതിന് ആക്സലറേഷൻ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട നമ്മൾ ലോവർ ക്ലാസ്സിൽ മനസ്സിലാക്കിയ ഇക്വേഷൻസ് ആണ്. ഇതൊക്കെ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നിങ്ങൾ പഠിച്ചു കാണാം. വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്, യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്, അതേപോലെ എസ് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ഇതൊക്കെ ആക്സലറേഷൻ ആണെങ്കിൽ, റിട്ടാർഡേഷൻ ആണെങ്കിൽ എ എന്നുള്ളത് മൈനസ് സൈൻ കൊടുക്കണം. ഈ ഇക്വേഷൻസൊക്കെ തന്നെ ഡെറിവേഷൻസ്, ഗ്രാഫിക്കൽ മെത്തേഡൊക്കെ തന്നെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കും. 4ാമത്തെ ടൈപ്പ് ഓഫ് മോഷനാണ് നോൺ യൂണിഫോം മോഷൻ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചാപ്റ്റർ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞു, എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് ആവറേജ് സ്പീഡ്? അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുക വിചാരിക്കുക. നിങ്ങൾ പോകുന്ന എന്തായാലും യൂണിഫോം വെലോസിറ്റിയിൽ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കില്ല. നിങ്ങൾ ഏത് തരത്തിൽ പോവുകയാണെന്ന് വെച്ചാലും ചില സമയത്ത് നമ്മൾ വെലോസിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ് പോകുമായിരിക്കാം, ചില സമയത്ത് സ്പീഡ് കൂട്ടിയിട്ടൊക്കെ പോകുന്നതായിരിക്കാം. അപ്പോൾ അത് നോൺ യൂണിഫോം മോഷനാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം 3 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. 3 കിലോമീറ്റർ പറഞ്ഞാൽ 3000 മീറ്റർ അല്ലേ. 3 കിലോമീറ്റർ നമുക്ക് അസ്യൂം ചെയ്യാം. അതിൽ നമ്മൾ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം ഏത് മെത്തേഡാണ് വെച്ചാലും വി ആർ ടേക്കിംഗ് എസ് 1000 സെക്കൻഡ്, 1000 സെക്കൻഡ്, 16-17 മിനിറ്റാണ് നമ്മൾ അവിടെ എത്താൻ എടുക്കുന്ന സമയമെങ്കിൽ നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമുക്കറിയാം, നമ്മൾ പോകുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ നിൽക്കുന്നുണ്ടായിരിക്കും, കടയിൽ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിൽക്കുന്നുണ്ടായിരിക്കാം, ചില നമുക്ക് സ്പീഡ് കൂടുന്നുണ്ടായിരിക്കാം അല്ലേ. ചിലപ്പോൾ ഒരു 2 മീറ്റർ പെർ സെക്കൻഡിൽ പോകാം, ചിലപ്പോൾ 3 മിനിറ്റ് സെക്കൻഡിൽ പോകാം അല്ലേ. പല സമയങ്ങളിലായിട്ട് പല രീതിയിലാണ് നമ്മൾ പോവുക. ചില സമയത്ത് നമ്മുടെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കാം, ചിലപ്പോൾ 6 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കാം അല്ലേ. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ സ്പീഡ് വ്യത്യാസം വരുന്നത്. പക്ഷേ നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇത്ര കണ്ടാൽ മതി. അതായത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം എത്രയാണ്, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്താനെടുത്ത ടോട്ടൽ സമയം എത്രയാണ്, ഈ രണ്ടും അറിയാമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പറയുന്നത് 3 കിലോമീറ്റർ ആണ്. 3 കിലോമീറ്ററിന് നമുക്ക് SI യൂണിറ്റിലാക്കുമ്പോൾ 3000 മീറ്റർ എന്ന് എഴുതാം. അതുപോലെ നമ്മൾ 16-17 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിയർലി 1000 സെക്കൻഡ് എടുത്തു. 1000 സെക്കൻഡാണ് എങ്കിൽ എന്താ വരിക? ദാറ്റ് ഈസ് 3 മീറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡാണ്. ഈ 3 മീറ്റർ പെർ സെക്കൻഡ് ചില സമയത്ത് നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടായി കയറാം, പക്ഷേ ചില സമയത്ത് അതിനേക്കാൾ കൂടുതലായിരിക്കാം, ചില സമയത്ത് അതിനേക്കാൾ കുറവായിരിക്കാം. അപ്പോൾ ആവറേജ് സ്പീഡ് ഇപ്പോൾ കണ്ടപ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് നോൺ യൂണിഫോം മോഷനിൽ പോയിരിക്കുന്ന നമ്മുടെ ആ ഒരു അവസ്ഥ യൂണിഫോം മോഷനിലായി മാറി. അതായത് പിന്നെ ഒരൊറ്റ വെലോസിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 മീറ്റർ പെർ സെക്കൻഡ്. നോൺ യൂണിഫോം മോഷനെ യൂണിഫോം മോഷൻ ആക്കുകയാണ് നമ്മുടെ ആവറേജ് സ്പീഡ് കണ്ടതിലൂടെ ചെയ്തത്. ഓക്കെ, നോൺ യൂണിഫോം മോഷനെ യൂണിഫോം മോഷനിലേക്ക് ആക്കി മാറ്റുകയാണ് നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടപ്പോൾ ചെയ്തത്. ഇതേപോലെ എന്തായിരിക്കും ആവറേജ് വെലോസിറ്റി? സെയിം റിലേഷൻ തന്നെയാണ്, പക്ഷേ ഇവിടെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈമാണ്. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് എടുക്കുന്നത് ബൈ ടോട്ടൽ ടൈമാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇൻ ദ കേസ് ഓഫ് സ്ട്രൈറ്റ് ലൈൻ മോഷൻ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ഈ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും സെയിം ആയിരിക്കും. ആവറേജ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ആവറേജ് സ്പീഡ്, രണ്ടിൻ്റെ വാല്യൂ ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ ഫോർ മോഷൻ അതർ ദാൻ സ്ട്രൈറ്റ് ലൈൻ മോഷൻ ദ ആവറേജ് സ്പീഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ആവറേജ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് എങ്ങനെ പറയാം? ചില സമയത്ത് ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി ഈക്വൽ ആവാം, അല്ലാത്ത കേസിൽ അത് സ്ട്രൈറ്റ് ലൈൻ മോഷനിൽ അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റിനേക്കാൾ കൂടുതലായി മാറാം. അത്തരം കേസിൽ നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ആവറേജ് സ്പീഡ് ഈസ് greater than or equal to average velocity. So this is the final relation. Average speed is greater than or is equal to average velocity.
ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും. എ കാർ മൂവിങ് ഫ്രം എ ടു ബി വിത്ത് എ വെലോസിറ്റി ഓഫ് 40 km/h ആൻഡ് റിട്ടേൺസ് ടു എ വിത്ത് എ വെലോസിറ്റി ഓഫ് 60 km/h. ഫൈൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്. രണ്ട് ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് സിറ്റുവേഷൻ. എയിൽ നിന്ന് ബിയിലേക്ക് ഓടി പോകുന്നത് ഒരു കാറ് പോകുന്നത് എത്ര സ്പീഡിലാണ്? 40 km/h തിരിച്ച് 60 km/h. സോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ആവറേജ് വെലോസിറ്റി. എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. എന്തായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്? എയിൽ നിന്ന് ബിയിലേക്ക് പോയി തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വന്നു. എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് വരിക? സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും ഒന്ന് തന്നെയാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഡൗട്ടൊന്നുമില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. 0 ഡിവൈഡഡ് ബൈ ടൈം നമ്മൾ നോക്കേണ്ടതില്ല, അതിനെക്കുറിച്ച് പോകുന്നത് 0 ബൈ ടോട്ടൽ ടൈം എന്തോ ആയിക്കോട്ടെ. ദ ആൻസർ ഈസ് 0. ദാറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഈസ് 0. രണ്ടാമത്തെ കാണേണ്ടത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് പറയുന്നത് എസ് ആണ്. ബിയിൽ നിന്ന് എയിലേക്കും ഡിസ്റ്റൻസ് എസ് തന്നെ ആയിരിക്കും അല്ലേ? ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന അതേ ഡിസ്റ്റൻസ് തന്നെ ബിയിൽ നിന്ന് എയിലേക്കും വരാം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് എസ് എടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ടും എസ് തന്നെ ആയിരിക്കും. ഡിസ്റ്റൻസ് ആകുമ്പോൾ എസ് പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2s ആയിരിക്കും. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2s ആയിരിക്കും. ഓക്കെ, ടൈം കണ്ടുപിടിക്കണം. ടൈം കാണാൻ നമുക്കിവിടെ ടൈമുമായി ബന്ധപ്പെട്ട ടേംസ് ഒന്നും തന്നില്ല, പക്ഷേ നമുക്ക് ടൈം കാണാം. നമുക്ക് വെലോസിറ്റിയും അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും അറിയാമെങ്കിൽ റിലേഷൻ വെച്ചിട്ട് വെലോസിറ്റി ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. നമുക്കിവിടെ വിചാരിക്കാം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വെലോസിറ്റി v1 ആണ്, അത് പറഞ്ഞാൽ 40 ആണ്. തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വെലോസിറ്റി v2 ആണെങ്കിൽ നമുക്കതിൻ്റെ ടൈം കണ്ടെത്താം. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ എടുത്ത സമയം എന്ന് പറയുന്നത് t1 ആണെങ്കിൽ എന്താണ് നമ്മുടെ റിലേഷൻ? എന്താണ്? അതായത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. സോ വാട്ട് ഈസ് ടൈം? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്നുള്ളതാണ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി. അപ്പോൾ ഇവിടെ t1 ഈസ് ഈക്വൽ ടു എന്ത് വരും? എസ് ഡിവൈഡഡ് ബൈ അങ്ങോട്ട് പോകുന്ന വെലോസിറ്റി v1 ആണ്. ഓക്കെ, സിമിലർലി t2 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? തിരിച്ച് ഇങ്ങോട്ട് വരണം എസ് ബൈ v2. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? t1 പ്ലസ് t2 അല്ലേ? ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ t1 പ്ലസ് t2. നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2. വാട്ട് ഈസ് t1? s ബൈ v1 പ്ലസ് t2 s ബൈ v2. t1 s ബൈ v1, t2 s ബൈ v2. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ, ഞാനിതിനെ ഒരു LCM എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ v2 ഇങ്ങോട്ട് വരും, v1 ഇങ്ങോട്ട് വരും. സോ v2s പ്ലസ് v1s ഡിവൈഡഡ് ബൈ v1 v2. ഓക്കെ, മാത്തമാറ്റിക്കലായ സ്റ്റെപ്പാണ്. ദാറ്റ് ഈസ് 2s ഡിവൈഡഡ് ബൈ, ഇതിൽ നിന്ന് ഞാൻ എസ് പുറത്തേക്ക് എടുത്തു. സോ v2 പ്ലസ് v1 ആണ് വരിക. v1 പ്ലസ് v2 എന്ന് എഴുതി. v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ v1 v2. ഈ എസ്സും ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി ഈ v1 പ്ലസ് v2 ബൈ v1 v2 നമുക്ക് v1 v2നെ മുകളിലേക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് ന്യൂമറേറ്ററായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് ഇക്വേഷൻ എങ്ങനെ വരും? ദാറ്റ് ഈസ് 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഇതാണ് നമ്മുടെ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ച വെലോസിറ്റി v1ഉം തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് സഞ്ചരിച്ച വെലോസിറ്റി v2 ആണെങ്കിൽ അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഇനി നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് വരാം. എന്തായിരുന്നു പ്രോബ്ലം? അതായത് v1 വാസ് 40 km/h ആൻഡ് v2 വാസ് 60 km/h. സോ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 2 × 40
ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 60 എല്ലാം കിലോമീറ്റർ പെർ അവറിലാണ്. SI യൂണിറ്റിലേക്ക് മാറ്റുന്നില്ല. ആൻസറും അതിൽ കിട്ടുന്നുള്ളൂ. കിട്ടുന്ന ആൻസർ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഇതായിരിക്കും, 48 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി കിട്ടിയത് 0 ആയിരുന്നു. പക്ഷേ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് എ പോസിറ്റീവ് വാല്യൂ 48 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ജനറലൈസ് ചെയ്യാം. അപ്പോൾ എ എന്നുള്ളൊരു പോയിൻ്റ്, ബി എന്നുള്ള പോയിൻ്റ്, അതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് ആണ് സി എങ്കിൽ, എയിൽ നിന്ന് ഈ സിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എസും തിരിച്ച് എസും ആണെങ്കിൽ, അതായത് ഇഫ് എ ബോഡി കവേഴ്സ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് വിത്ത് എ വെലോസിറ്റി v1 ആൻഡ് നെക്സ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് വിത്ത് എ വെലോസിറ്റി v2. അത് തിരിച്ച് അത് നേരത്തെ നമ്മൾ പറഞ്ഞ എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വന്നു. അത് നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ എടുത്തു. അതായത് പകുതി ദൂരം കൊണ്ട് അത് സഞ്ചരിച്ച വെലോസിറ്റി v1ഉം അടുത്ത പകുതി ദൂരം കൊണ്ട് സഞ്ചരിച്ച വെലോസിറ്റി v2 ആണെങ്കിൽ അവിടുത്തെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്, ഇവിടെ എന്താ വെച്ചാൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും മാറി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടും ഒരേ തരത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഈ തരത്തിലാണെങ്കിൽ തിരിച്ച് വരുന്നില്ല അല്ലേ, അങ്ങോട്ട് തന്നെ പോകുന്നെങ്കിൽ ആവറേജ് വെലോസിറ്റി നേരത്തെ കേസിൽ നമ്മൾ 0 ഉള്ള കാരണം എന്താ തിരിച്ച് ബോഡി റീട്രേസ് ചെയ്തു. പക്ഷേ ആ തരത്തിൽ തന്നെ പോകുകയാണെങ്കിൽ ഇവിടെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും സെയിം ആയിരിക്കും. സോ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഇക്വേഷൻ 2v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഈ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് കൊടുത്താൽ മതി. സോ ദാറ്റ് അബൌട്ട് ദി ആവറേജ് സ്പീഡ്. സോ ദാറ്റ് ഈസ് എ ജനറൽ ഇക്വേഷൻ. രണ്ടാമത്തെ ഒരു ടൈപ്പ് പ്രോബ്ലം നോക്കാം, വ്യത്യസ്തമായ പ്രോബ്ലം. എ കാർ ട്രാവൽസ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ഫോർ ഫസ്റ്റ് ഹാഫ് ടൈം. നേരത്തെ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെ ഫസ്റ്റ് ഹാഫ് ടൈം വിത്ത് എ സ്പീഡ് ഓഫ് 40 കിലോമീറ്റർ പെർ അവർ. നേരത്തെ പ്രോബ്ലത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ തന്നെയാണ്. ആൻഡ് സെക്കൻഡ് ഹാഫ് വിത്ത് എ സ്പീഡ് ഓഫ് 60 കിലോമീറ്റർ പെർ അവർ. ഫൈൻഡ് ദി മീൻ സ്പീഡ് ഓർ ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, എ ബി രണ്ട് പോയിൻ്റ്, എയിൽ നിന്ന് സിയിലേക്ക് എത്താനെടുത്ത ഹാഫ് ടൈം എന്ന് പറഞ്ഞാൽ ടി സമയമാണ്. അടുത്ത ഹാഫ് ടൈമിൽ അത് പറഞ്ഞാൽ ഇവിടെ രണ്ടിൻ്റെ വെലോസിറ്റി ഡിഫറൻ്റ് ആണ്. ഒന്നാമത്തെ ഇതിൻ്റെ സ്പീഡ്, ഇവിടുത്തെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്, ഇവിടുത്തെ സ്പീഡ് v1 ആണ്, ഇവിടുത്തെ സ്പീഡ് v2 ആണ്. എ സി എന്നുള്ളത് ബി സിക്ക് തുല്യമല്ല. നേരത്തെ പ്രോബ്ലം അല്ല, നേരത്തെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ആണ്. ഇവിടെ അങ്ങനെയല്ല, പക്ഷേ സഞ്ചരിക്കാൻ എടുത്ത സമയം ഈക്വൽ ആണ്. എയിൽ നിന്ന് സിയിലേക്ക് എത്താനെടുത്ത സമയം ടി ആണെങ്കിൽ അത് തന്നെയാണ് സിയിൽ നിന്ന് ബിയിലേക്ക് എത്താനെടുത്ത സമയവും. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ ഇവിടെയും ഇക്വേഷൻ കൊടുക്കാം. മീൻ സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കാണാൻ ഒറ്റ ഇക്വേഷൻ നമുക്കറിയുള്ളൂ. മീൻ സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. എന്തായിരിക്കും ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ്? ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം എ ബി അല്ലേ, എ മുതൽ ബി വരെയുള്ള ദൂരമാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. നമുക്കതിനെ എ ബി എന്നുള്ളതിനെ എ സി പ്ലസ് സി ബി എന്ന് എഴുതാം. എ സി പ്ലസ് സി ബി അല്ലേ, എ സി പ്ലസ് സി ബി, എ സി പ്ലസ് സി ബി. ടോട്ടൽ ടൈം ഇവിടെ ടി ആണ്, ഇവിടെ ടി ആണ്. ടോട്ടൽ ടൈം 2t എന്ന് എഴുതാം. പക്ഷേ എ സി കണ്ടെത്തണം. എങ്ങനെ എ സി കണ്ടെത്താം? എ സി എന്നുള്ള ദൂരം കണ്ടെത്തണം. നമുക്കറിയാം അവിടേക്കുള്ള സ്പീഡ് v1 ആണ്, അവിടുത്തെ ടൈം t1 ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന റിലേഷൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ വെലോസിറ്റി v1 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എ സി അല്ലേ, എ സി ബൈ ടൈം എന്ന് പറയുന്നത് ടി ആണ്. സോ വാട്ട് ഈസ് എ സി? എ സി ഈസ് ഈക്വൽ ടു v1 ഇൻറ്റു ടി. എ സി ഈക്വൽ ടു v1 ഇൻറ്റു ടി. ഇതേപോലെ നമുക്ക് എന്ത് കാണണം? സി ബി കാണണം. എങ്ങനെ സി ബി കാണാം? സി ബി കാണണമെങ്കിൽ ഇതേപോലെ v2 is equal to CB by T or CB is equal to V2T. അപ്പോൾ സി ബിയും കിട്ടി, അതേപോലെ നമുക്ക് എ സിയും കിട്ടി. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് V1T പ്ലസ് V2T ഡിവൈഡഡ് ബൈ 2T. isn't it? V1T പ്ലസ് V2T ഡിവൈഡഡ് ബൈ 2T. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ടി കോമൺ ആണ്, ടി പുറത്തേക്ക് എടുക്കാം. ടി ഇൻറ്റു v1 plus v2 divided by 2t. T get cancel. So what is the final answer? v1 plus v2 by 2. So what is the average speed? Average speed is equal to v1 plus v2 by 2. നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരാം. v1 എന്ന് പറയുന്നത് 40 km/h ആയിരുന്നു, v2 എന്ന് പറയുന്നത് 60 km/h ആയിരുന്നു, ബൈ 2. ഇത് വരും 40 60 കൂട്ടി കഴിഞ്ഞാൽ 100, 100/2 എന്ന് പറഞ്ഞാൽ 50. സോ 50 km/h. അപ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യാസം
വെലോസിറ്റി ഒക്കെ സെയിം ആണെങ്കിലും കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ദെൻ സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് സഞ്ചരിച്ചത് v1 v2 വെലോസിറ്റിയിലാണെങ്കിൽ അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 ആയിരുന്നു. ഈ പ്രോബ്ലത്തിൽ വെലോസിറ്റി v1 v2 തന്നെയാണ്, പക്ഷേ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ടൈം ഇത്ര വെലോസിറ്റിയിൽ ദെൻ സെക്കൻഡ് ഹാഫ് ഓഫ് ദി ടൈം ഇത്ര v2 വെലോസിറ്റിയിലാണെങ്കിൽ ഇവിടെ നമ്മൾ മീൻ അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കാണുന്നത് v1 പ്ലസ് v2 ബൈ 2. ഓക്കെ, അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് വരാം. എ കാർ മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ സെ ഒ പി, ഒയിൽ നിന്ന് പിയിലേക്കുള്ള പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ട്. ഇൻ 18 സെക്കൻഡ്, ഒയിൽ നിന്ന് പിയിലേക്ക് എത്താൻ എടുത്ത സമയം 18 സെക്കൻഡാണ് കാറ്. ദെൻ ഫ്രം പി ടു ക്യൂ, തിരിച്ച് പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഇറ്റ് ടേക്സ് 6 സെക്കൻഡ്. വാട്ട് ആർ ദി ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ? ഈ കേസിലൊക്കെ ഗോയിങ് ഫ്രം ഒ ടു പി, ഒയിൽ നിന്ന് പിയിലേക്ക് പോകുമ്പോഴുള്ള സ്പീഡും ആവറേജ് വെലോസിറ്റിയും കാണണം. ഒയിൽ നിന്ന് പിയിലേക്ക് പോയി തിരിച്ച് പിയിൽ നിന്ന് ക്യൂയിലേക്ക് വരുമ്പോഴുള്ള രണ്ടും കാണണം. അതുപോലെ ഒ ടു പി ആൻഡ് റിവേഴ്സ് ഫ്രം പി ടു ഒ വരുന്നതിനുള്ള ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കാണണം. ആവറേജ് സ്പീഡ് ഒയിൽ നിന്ന് പിയിലേക്ക് പോകുമ്പോൾ എടുത്ത സമയം എന്ന് പറയുന്നത് എന്തായിരുന്നു? 18 സെക്കൻഡാണ്. അപ്പോഴത്തെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഒയിൽ നിന്ന് പിയിലേക്ക് ഡിസ്റ്റൻസ് പറഞ്ഞാൽ 360 ആണ്. നമുക്കറിയാം ആവറേജ് സ്പീഡ് പറഞ്ഞാൽ എന്താ? ടോട്ടൽ. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ മനസ്സിലായിട്ടുണ്ടാവും. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇനി എപ്പോഴും എഴുതേണ്ട കാര്യമില്ല. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്ര? 360 അല്ലേ, പ്ലസ് ആണ്. 360 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം 18 സെക്കൻഡാണ്. ഇത് കഴിഞ്ഞാൽ അതാ കിട്ടുക 18 36 22, സോ 20 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ദ ആവറേജ് സ്പീഡ്. ഇനി വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്? ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റും നമുക്കറിയാം ഡിസ്റ്റൻസ് തന്നെയാണ്. 0 മുതൽ 360 വരെ ഫൈനൽ പൊസിഷൻ 360 ആണ്, ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 360 ഡിവൈഡഡ് ബൈ ടൈം ഈസ് 18, ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇൻ ദിസ് കേസസ് ഇറ്റ് ഇസ് എ സ്ട്രൈറ്റ് ലൈൻ മോഷൻ. ബോത്ത് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ആർ ഈക്വൽ. കാരണം എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അത് കാരണം ഈ രണ്ട് വാല്യൂം സെയിം ആണ്. ഇനി നമുക്ക് രണ്ടാമത്തേക്ക് പോവാം. ഒ ടു പി ആൻഡ് ബാക്ക് ടു ക്യൂ. ഒയിൽ നിന്ന് പിയിലേക്ക് വന്ന് തിരിച്ച് ക്യൂയിലേക്ക് വരുന്ന സിറ്റുവേഷൻ, രണ്ടാമത്തെ കേസ്. ഇവിടെ നമുക്ക് ആവറേജ് സ്പീഡ് കാണാം. അങ്ങനെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ആവറേജ് സ്പീഡ് ഇസിക്കൽ ടോട്ടൽ ഡിസ്റ്റൻസ്. ഓയിൽ നിന്ന് പിയിലേക്ക് പോകുന്നു, തിരിഞ്ഞ് പിയിൽ നിന്ന് ക്യൂയിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 360 മീറ്റർ ആണ് അല്ലേ. പക്ഷേ പിയിൽ നിന്ന് ക്യൂയിലേക്ക് വരും. നോക്കൂ എത്ര ഡിസ്റ്റൻസ്? 360 ഇവിടെ, ഇവിടെ 240 ഇവിടെ. അപ്പോൾ ഡിഫറൻസ് എത്ര? 120 മീറ്റർ ആണ് തിരിച്ച് സഞ്ചരിച്ച ദൂരം. ഡിവൈഡഡ് ബൈ സമയം. എന്താണ്? ഓയിൽ നിന്ന് പിയിലേക്ക് പോകാൻ എടുത്ത സമയം 18 സെക്കൻഡാണ്. പിയിൽ നിന്ന് ക്യൂയിലേക്ക് വരാൻ എടുത്ത സമയം 6 സെക്കൻഡാണ്. പ്രോബ്ലത്തിലുണ്ട്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 18 പ്ലസ് 6 സെക്കൻഡ്. എന്താ ചെയ്താൽ കിട്ടുക? 360 120 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 480 എന്ന് കിട്ടും മീറ്റർ. ഡിവൈഡഡ് ബൈ 18 6 ചേർന്ന് കഴിഞ്ഞാൽ 24 സെക്കൻഡ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 20 മീറ്റർ പെർ സെക്കൻഡ്. സോ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി കാണാം. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. എവിടുന്നാണ് ബോഡി സ്റ്റാർട്ട് ചെയ്ത്? ഓയിൽ നിന്ന് പിയിലേക്ക് പോയി തിരിച്ച് പിയിൽ നിന്ന് ക്യൂയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഏത് മാത്രം നോക്കിയാൽ മതി? ഇനീഷ്യൽ പൊസിഷൻ എവിടെയാണ്, ഫൈനൽ പൊസിഷൻ എവിടെയാണ്? ഫൈനലി ബോഡി ഇരിക്കുന്നത് ക്യൂവിലാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോൾ എത്ര എടുക്കണ്ടു? ഈ ഒ ക്യൂ എന്നുള്ള ദൂരം എടുക്കണം. അവിടുന്ന് അങ്ങോട്ട് പോയി തിരിച്ച് ഇവിടെ വന്നു പറഞ്ഞാൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പൊസിഷൻ മൈനസ് ഇവിടുത്തെ പൊസിഷൻ. ഇവിടെ 240 ആയിരുന്നു, ഇവിടെ 0 ആയിരുന്നു. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 240 മൈനസ് 0. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ? എത്ര സമയം എടുത്തു? സമയം നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ? 18 മാറും കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. സമയം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതായത് ഓയിൽ നിന്ന് പിയിലേക്ക് പോകാൻ എടുത്ത സമയമാണ് 18 സെക്കൻഡ്. പിയിൽ നിന്ന് ക്യൂയിലേക്ക് വരാൻ എടുത്ത സമയമാണ് 6 സെക്കൻഡ്. സോ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 18 പ്ലസ് 6. So what will get? The answer is 240 by 24. That is 10 meter per second. ഇവിടെ നോക്കി നോക്കൂ.
നേരത്തെ എ പാർട്ടിൽ കിട്ടിയിരുന്ന ആവറേജ് സ്പീഡിൻ്റെയും ആവറേജ് വെലോസിറ്റിയും വാല്യൂസ് ഈക്വൽ ആയിരുന്നു. ഇവിടെ ആവറേജ് സ്പീഡ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് ബട്ട് ആവറേജ് വെലോസിറ്റി ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. എന്താ കാരണം? അതായത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് സ്പീഡ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ പാർട്ടിലേക്ക് വരാം. ഫ്രം ഒ ടു പി ആൻഡ് കം ഫ്രം ബാക്ക് ടു ഒ. ഒയിൽ നിന്ന് പിയിലേക്ക് പോകുന്നു, തിരിച്ച് പിയിൽ നിന്ന് ഒയിലേക്ക് വരുന്നു. രണ്ടിൻ്റെയും ആവറേജ് സ്പീഡ് കണ്ടെത്തണം, അതുപോലെ ആവറേജ് വെലോസിറ്റി കണ്ടെത്തണം. എങ്ങനെയായിരിക്കും ആവറേജ് സ്പീഡ് കാണാം? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞാൽ നമുക്കറിയാം ഒയിൽ നിന്ന് പിയിലേക്ക് പോയാൻ 360 അല്ലേ, പിയിൽ നിന്ന് ഒയിലേക്കും ദാറ്റ് ഈസ് അഗെയിൻ 360. ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 360 പ്ലസ് 360 അല്ലേ, 360. ഇനി സമയം എത്ര എടുത്ത്? ഒയിൽ നിന്ന് പിയിലേക്ക് പോകാൻ 18 സെക്കൻഡ് ആണെങ്കിൽ യൂണിഫോം ആയിട്ടാണ് വരുന്നതെങ്കിൽ തിരിച്ചുള്ള സമയം അത് തന്നെ ആയിരിക്കും. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 18 പ്ലസ് 18 തന്നെ ആയിരിക്കും. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 720 ഡിവൈഡഡ് ബൈ 36 എന്നാണ് വരിക. ദാറ്റ് ഈസ് 20. 72 32 ഹരിച്ച് കഴിഞ്ഞാൽ 20. സോ 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ആവറേജ് സ്പീഡ്. വാട്ട് വിൽ ബി ദ ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി പറഞ്ഞാൽ ഓയിൽ നിന്ന് പിയിലേക്ക് പോയി തിരിച്ച് പിയിൽ നിന്ന് ഓയിലേക്ക് വന്നു. ക്ലിയർ ആയിട്ട് നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ 0 ബൈ സമയം നമ്മൾ നോക്കേണ്ടതില്ല. 36 ദാറ്റ് ഈസ് ആൻസർ ഈസ് 0 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇൻ ദിസ് കേസ് ആവറേജ് വെലോസിറ്റി ഈസ് ലെസ് ദാൻ ആവറേജ് സ്പീഡ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ തിയറിയിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും സ്ട്രെസ് ചെയ്യാണ്. ആവറേജ് സ്പീഡ് മേ ബി എയ്തർ ഗ്രേറ്റർ ദാൻ ആവറേജ് വെലോസിറ്റി ഓർ ആവറേജ് സ്പീഡ് മേ ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി. ഒരു പ്രോബ്ലം നോക്കൂ. എ മാൻ വാക്സ് ഫോർ 1 മിനിറ്റ് അറ്റ് എ സ്പീഡ് ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ്. ആദ്യത്തെ ഒരു മിനിറ്റ് ആൾ സഞ്ചരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് റൺസ് ഫോർ 1 മിനിറ്റ്, അടുത്ത ഒരു മിനിറ്റ് അദ്ദേഹം ഓടുകയാണ് അറ്റ് എ സ്പീഡ് ഓഫ് 3 മീറ്റർ പെർ സെക്കൻഡ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ്? ഏതാണ്? നമ്മൾ രണ്ടാമത് പറഞ്ഞ ഇക്വേഷനുകൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ടൈം, അത് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ആൾ പോയ സ്പീഡ് v1 അതായത് 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത ഹാഫ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരേ ഡയറക്ഷൻ തന്നെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ മീൻ സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ 2. വേറെ ഒന്നും നോക്കണ്ട. 1 plus 3 by 2 that is 4 by 2 that is 2 meter per second. That is his average speed. നമുക്ക് ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് ഒരു റിലേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കണ്ടെത്താമെന്നും കൂടി മനസ്സിലാക്കാം. ഇതൊക്കെ തന്നെ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലമായി ബന്ധപ്പെട്ടും എൻട്രൻസിനൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്കതൊരു പ്രോബ്ലം ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഇക്വേഷൻ ഓഫ് എ ബോഡി ഇൻ 1 dimension ഈസ് ഇൻ മീറ്റർ. ഒരു റിലേഷൻ തന്നിരിക്കുകയാണ്. എക്സ് ഈസ് ഈക്വൽ ടു 3t സ്ക്വയർ പ്ലസ് 2t പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും തമ്മിലുള്ള റിലേഷനാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇക്വേഷൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. ഇപ്പോൾ അത് ഇത്രയും മനസ്സിലാക്കേണ്ടു. ടൈമും ഡിസ്പ്ലേസ്മെൻറ്റും കണക്ട് ചെയ്യുന്ന റിലേഷനാണ് എക്സ് ഈസ് ഈക്വൽ ടു 3t സ്ക്വയർ പ്ലസ് 2t പ്ലസ് 1. ഫൈൻഡ് ദി ആവറേജ് വെലോസിറ്റി ഫ്രം t ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ടു t ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. 1 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ ഉള്ള സമയത്തിനകത്തുള്ള ആവറേജ് വെലോസിറ്റി കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ആദ്യം 1 സെക്കൻഡ് ആകുമ്പോഴുള്ള അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ കണ്ടെത്തണം. അതേപോലെ 4 സെക്കൻഡ് ആകുമ്പോഴുള്ള അതിൻ്റെ പൊസിഷൻ കണ്ടെത്തണം. അതായത് നമുക്ക് ആദ്യം പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് 1 സെക്കൻഡ് കാണാം. നമുക്ക് അതിന് x1 കൊടുക്കാം. അപ്പോൾ എന്ത് കൊടുത്താൽ മതി? വളരെ സിമ്പിളാണ്. ടിക്ക് 1 കൊടുക്കുക. സോ t ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 1 എന്ത് വരും? 3 ഇൻറ്റു 1 സ്ക്വയർ പറഞ്ഞാൽ 3, 2 ഇൻറ്റു 1 അപ്പോൾ 3 2 6, 3 2 5 1 6 ദാറ്റ് ഈസ് 6 മീറ്റർ. ദാറ്റ് ഈസ് ദ പൊസിഷൻ അറ്റ് t ഈസ് ഈക്വൽ ടു 1. ദെൻ ആൾസോ ഫൈൻഡ് ദി പൊസിഷൻ അറ്റ് t ഈസ് ഈക്വൽ ടു 4. നേരത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 ഇൻറ്റു 4 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4 പ്ലസ് 1. 3 ഇൻറ്റു 4 സ്ക്വയർ പറഞ്ഞാൽ എത്രയാണ്? 4 സ്ക്വയർ 16. 16 ഇൻറ്റു 3 എന്ന് പറയുന്നത് 48 പ്ലസ് 2 ഇൻറ്റു 4 പറഞ്ഞാൽ 8 പ്ലസ് 1. അപ്പോൾ 48 8 56 1 57 മീറ്റർ. അപ്പോൾ ഇതാണ് പൊസിഷൻ അറ്റ് t ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. ഇതാണ് പൊസിഷൻ അറ്റ് t ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്ത് പൊസിഷൻ കിട്ടി. 4 സെക്കൻഡ് ഇപ്പോഴുള്ള പൊസിഷൻ അത് ബോഡി ഇരിക്കുന്നത് 57 മീറ്ററിലാണ്. 1 സെക്കൻഡ് ആകുമ്പോഴുള്ള പൊസിഷൻ പറയുന്നത് 6 മീറ്ററിലാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ കാണാമല്ലോ.
അതായത് എന്താണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം തന്നെ അല്ലേ? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. പക്ഷേ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് xt2 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ സമയത്തുള്ള പൊസിഷൻ, ദാറ്റ് ഈസ് xt2 എന്നാൽ നമ്മളിവിടെ 4 സെക്കൻഡ് മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തു xt1, അതായത് ഇനീഷ്യൽ ടൈമിലുള്ള പൊസിഷൻ xt1 ഡിവൈഡഡ് ബൈ എങ്ങനെ ടോട്ടൽ ടൈം കണ്ടെത്തുക? ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് t2 മൈനസ് t1, അതായത് 4 സെക്കൻഡ് ആണ് ഫൈനൽ ടൈം, ദെൻ 1 സെക്കൻഡ് ആണെന്ന് പറയുന്നതാണ് ഇനീഷ്യൽ ടൈം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? ആവറേജ് വെലോസിറ്റി തരത്തിൽ കണ്ടുവരുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് xt2 മൈനസ് xt1 ഡിവൈഡഡ് ബൈ t2 മൈനസ് ടൈം ഇൻ്റർവൽ എന്ന് പറയുന്നത് 4 സെക്കൻഡ്, ഇവിടെ 1 സെക്കൻഡ്, അതിൻ്റെ ഇടയ്ക്കുള്ള ടൈം ഇൻ്റർവൽ പറഞ്ഞാൽ 4 മൈനസ് 1 ഇവിടെ 3 ആയിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ചെയ്താൽ നമുക്ക് ഇങ്ങനെ വരിക 57, അത് xt2 മൈനസ് xt1 എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 1. ഓക്കെ, 57 6 പോന്ന് കഴിഞ്ഞാൽ 51 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ദാറ്റ് ഈസ് 51/3 എന്ന് പറഞ്ഞാൽ 18 വരെ അല്ലേ? 18 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ യൂണിറ്റ് SI യൂണിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 18 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ തരത്തിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കാണാം. ഇത്രയേ ഉള്ളൂ. സമയം തന്നു കഴിഞ്ഞാൽ ആ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പൊസിഷൻസ് കണ്ടുപിടിക്കുക. ദെൻ ചേഞ്ച് ഇൻ പൊസിഷനാണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ. ചേഞ്ച് ഇൻ പൊസിഷൻ ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം തന്നെയാണ് ആവറേജ് വെലോസിറ്റി. ഈ തരത്തിലും കാണാം. അപ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡുമായി കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട തിയറീസ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട എക്സാമിന് ചോദിക്കാവുന്ന വിവിധ പ്രോബ്ലംസൊക്കെ തന്നെ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ബുക്കുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി വെരി ക്ലിയർ ഇൻ ദാറ്റ് പോർഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് മോഷനെക്കുറിച്ചും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കണ്ടവർ ഇനി കൂടുതൽ പേർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഇയർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. സബ്സ്ക്രിപ്ഷനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും തന്നെ ബെൽ ബട്ടൺ അമർത്തുകയും കൂടി ചെയ്യുക. പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഫിസിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ് വിൽ ഗിവ് യു ആൻ ഇമ്മൻസ് പ്ലഷർ and you will fall in love with physics. So wishing you all the best. Thank you.